ഹലോ ഹായ്, വെൽക്കം ടു മൈ ചാനൽ സേഫ്റ്റി ട്രെക്ക്. സേഫ്റ്റി ട്രെക്ക് എന്ന ചാനലിൻ്റെ പേരുമായിട്ട് നിങ്ങളെല്ലാം അറിഞ്ഞിട്ടുണ്ടാവും. സുരക്ഷിതമായി സഞ്ചരിക്കുക, അതുമാത്രമേ ഉള്ളൂ എൻ്റെ ഉദ്ദേശം. സേഫ്റ്റിയായി ട്രെക്കിങ്ങിന് പോവുക, അത്രേ ഉള്ളൂ. ഹലോ ഹായ്. അപ്പോൾ നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന സ്ഥലം എന്ന് പറയുന്നത് മൂന്നാറാണ്. ഞാൻ ഈ ചർച്ചയെന്ന് പറയാൻ കാരണം എനിക്കും അറിവില്ലായ്മകൾ ഒരുപാടുണ്ട്. ഇപ്പം ഞാൻ എനിക്ക് നേരിട്ട് അനുഭവപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത്. അപ്പോൾ അതിൽ തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ കറക്റ്റ് ചെയ്യുക. അതുകൊണ്ടാണ് ചർച്ച എന്ന് പറയുന്നത്. നമ്മൾ തമ്മിൽ ചർച്ച ചെയ്ത് സുരക്ഷിതമായി സഞ്ചരിക്കുക എന്ന് മാത്രമാണ് നമ്മൾ ചാനലിനോട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മൂന്നാറാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. മൂന്നാറാണ് നമ്മളിപ്പോൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം. മൂന്നാറാണ് ആ സ്ഥലം എന്നാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, മൂന്നാർ എന്ന് പറയുന്നത് ഹിൽ ടോപ്പാണ്. സ്വാഭാവികമായിട്ടും ചുരം ഒരു വലിയ വിഷയമാണ്. ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഞാൻ റീസെൻ്റ്ലി പോയിട്ട് വന്നപ്പോൾ ഒരു വിഷയം എന്ന് പറയുന്നത് മൂന്നാർ ആ ചുരത്തിലെല്ലാം പണി നടക്കുകയാണ്. അപ്പോൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങളെല്ലാം സോൾവ് ചെയ്താൽ തന്നെ ചുരം ഒരു ഇതായതുകൊണ്ട് തന്നെ നമ്മൾ ഈ വണ്ടിയിൽ സഞ്ചരിക്കുമ്പോൾ ഛർദ്ദിക്കുന്ന കുട്ടികൾ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ നോർമൽ രീതിയിൽ ഒരുപാട് സ്പീഡ് എടുക്കാതെ നോർമൽ വണ്ടി ഓടിച്ച് പോകണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ അതാണ് ഫസ്റ്റ് സേഫ്റ്റി എന്ന് പറയുന്നത്. ചുരമാണ്, സൂക്ഷിച്ച് വണ്ടി ഓടിക്കുക എന്നുള്ളതാണ് പ്രധാനം. ധൃതി വയ്ക്കരുത്. ചുരത്തിലൊരിക്കലും നമ്മൾ കുറച്ചൊന്ന് താമസിച്ച് പോയത് പെട്ടെന്ന് പോകാം എന്ന് ചിന്തിച്ച് ഒരിക്കലും ചുരത്തിൽ സഞ്ചരിക്കാൻ പാടില്ല. അതാണ് പ്രധാനപ്പെട്ട കാര്യം. സെക്കൻഡ് തിങ് എന്ന് പറയുന്നത്, അടുത്ത നമുക്ക് ഒരു കാര്യം ചെയ്യാം. നമുക്ക് മൂന്നാറെത്തി നമ്മൾ അപ്പോൾ താമസത്തെക്കുറിച്ച് പറയാം. അതാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന അടുത്ത വിഷയം. അപ്പോൾ ഈ താമസത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ എന്തായാലും നിങ്ങളത് മുൻവിധിയിൽ എടുക്കണം. കാരണം ഈ മൂന്നാർ നമ്മൾ സിറ്റി ഏരിയയിലാണ് താമസിക്കുന്നതെങ്കിൽ, നമ്മൾ മൂന്നാർ ടൗണിലാണ് താമസിക്കുന്നതെങ്കിൽ നമ്മൾ യാത്രയും മറ്റുള്ള കാര്യങ്ങളെല്ലാം സുരക്ഷിതമായിരിക്കും. കാരണം അവിടെ നിന്ന് നമ്മൾ മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ വിസിറ്റ് ചെയ്യാനും മറ്റുള്ള സ്ഥലങ്ങളിൽ സഞ്ചരിക്കാനൊക്കെ എളുപ്പമാണ്. അതേസമയത്ത് മൂന്നാറിൻ്റെ ഔട്ട്സ്കേർട്സിൽ അല്ലെങ്കിൽ പുറത്തെ ഭാഗത്ത് എവിടെയെങ്കിലുമാണ് സ്റ്റേ ചെയ്യുന്നതെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ്, ഒരുപാട് കഷ്ടപ്പെട്ടു പോകും. പിന്നെ മാത്രമല്ല അതിനൊരു പ്രധാന പ്രശ്നമുള്ളത് ഈ ഫുഡിൻ്റെയും കാര്യങ്ങളൊക്കെ പ്രശ്നമുണ്ട്. ഈ മൂന്നാറിൻ്റെ പുറത്തുള്ള സ്ഥലങ്ങളിൽ താമസിക്കുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെ ഒരു റിസോർട്ടായിരിക്കണം എങ്കിൽ വിഷയം വരില്ല. അപ്പോൾ ഈ മൂന്നാറിലെ പ്രധാനപ്പെട്ട കാര്യം, എപ്പോഴും താമസിക്കാൻ നിങ്ങൾ പ്രിഫർ ചെയ്യേണ്ട മൂന്നാർ ടൗൺ തന്നെ ആയിരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതാണ് സുരക്ഷിതത്തിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് അതായിരിക്കും കുറച്ചുകൂടെ സേഫ്. അതിൻ്റെ പ്രധാനപ്പെട്ട രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ രാത്രി ഇപ്പോൾ നിങ്ങൾ സഞ്ചരിക്കാൻ ഇപ്പം രാത്രി ഒരു 9 മണിക്കൊക്കെ നിങ്ങൾ പുറത്തിറങ്ങി ചുമ്മാ നടക്കാൻ ഇറങ്ങിയാൽ അത് കുറച്ച് സുരക്ഷിതമായ സ്ഥലം എന്ന് പറഞ്ഞാൽ ഈ ടൗൺ തന്നെയായിരിക്കും. ഈ പുറത്തേക്കുള്ള പോകുമ്പോൾ മൂന്നാറിൻ്റെ പുറം ഭാഗങ്ങളിലേക്ക് നമ്മൾ സഞ്ചരിക്കുമ്പോൾ എന്താ പ്രശ്നം വെച്ചാൽ ഈ പുറത്തേക്ക് സഞ്ചരിക്കാൻ പാടായിരിക്കും. രാത്രി ആയി കഴിഞ്ഞാൽ ലോക്കൽസ് ഇത് വളരെ ബുദ്ധിമുട്ടാണ്. കാരണം നമുക്ക് അറിയാൻ പറ്റില്ല ആ നാടിൻ്റെ ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന് അറിയാൻ പറ്റില്ല. അതുകൊണ്ട് മാക്സിമം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സിറ്റി ഏരിയ തന്നെ റൂം എടുക്കാൻ നോക്കുക. അപ്പോൾ അടുത്ത ചർച്ച ചെയ്യാനുള്ളത് തന്നെ ഈ പുറത്തെ കാര്യങ്ങളാണ്. ഇത് സിറ്റിക്ക് പുറത്തുള്ള സ്ഥലങ്ങളിൽ താമസിക്കുന്നതിനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. അതിൽ താമസിക്കുന്നതുകൊണ്ട് തെറ്റുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഇല്ല. ഒരിക്കലും തെറ്റെന്ന് ഞാൻ പറയുന്നില്ല. താമസിക്കാം, നല്ല റിസോർട്ടാണെങ്കിൽ താമസിക്കാം. പക്ഷേ 1-2 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഒന്ന്, നല്ല ഫുഡ്. അതായത് ആ സ്ഥലങ്ങളിൽ ഫുഡ് കിട്ടാൻ കുറച്ച് പ്രയാസമാണ്. അപ്പം നിങ്ങൾ നല്ല റിസോർട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്നൊരു ഹോം സ്റ്റേ അങ്ങനത്തെ ഏതെങ്കിലും സ്ഥലത്താണ് താമസിക്കുന്നത്, നിങ്ങൾക്ക് നല്ല സേഫായിട്ട് താമസിക്കാൻ പറ്റും. വേറെ വിഷയമൊന്നുമില്ല. ഫുഡും നല്ല ഫുഡായിരിക്കും കിട്ടുന്നത്. കാരണം ഇത് കേരളത്തിൻ്റെ ഭാഗം തന്നെ ആയതുകൊണ്ട് തന്നെ അത് ഫുഡിന് വലിയ ബുദ്ധിമുട്ടില്ല. പക്ഷേ അതൊരു കൺസേൺ ആണ് ഫുഡ് കിട്ടുന്ന കാര്യത്തിൽ. രണ്ടാമത്തെ കാര്യം, ഈ പുറത്ത് താമസിക്കുമ്പോൾ ഒരു കാര്യം, നിങ്ങളിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു നൈറ്റ് ഒരു വാക്കിന് പോവുകയാണെന്ന് വിചാരിക്കുക. ആ സിറ്റുവേഷനിലാണ് നമ്മൾ കുറച്ച് ഭയപ്പെടേണ്ട കാര്യം. കാരണം ഈ കാട്ട് പ്രദേശമാണ്, ഒരു ഉള്ളിലോട്ട് കയറും തോറും കാടാണുള്ളത്. അപ്പം എന്താ പ്രശ്നം പറ്റുകയെന്ന് പറഞ്ഞാൽ സൂക്ഷിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യം. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ്. കാരണം 2-3 കാര്യങ്ങൾ. ഒന്ന്, നമ്മൾ അവിടുത്തെ ജനങ്ങളുടെ എല്ലാവരും സാധാരണ ആൾക്കാരാണ്. പക്ഷേ നമ്മൾ ഈ രാത്രികളാകുമ്പോഴേക്കും അവരെ സുരക്ഷിതത്തിന് ബുദ്ധിമുട്ട് വരാത്ത രീതിയിൽ വേണം നിങ്ങൾ സഞ്ചരിക്കാൻ. ആ സുരക്ഷിതത്വം നിങ്ങൾ ഈ ഔട്ട്സ്കേർട്സിൽ താമസിക്കുമ്പോൾ നിങ്ങൾ ഉറപ്പുവരുത്തണം എന്നുള്ളതാണ് കാര്യം. അപ്പോൾ അത് ഒരു പ്രധാനപ്പെട്ട പോയിൻ്റാണ് സുരക്ഷിതത്തിന് ബന്ധപ്പെട്ട് നോക്കുമ്പോൾ. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്താണ് തണുപ്പ് എന്നൊരു വിഷയമുണ്ട്. തണുപ്പ് സ്വാഭാവികമായിട്ടും അതിപ്പോൾ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. മൂന്നാർ, കൊടൈക്കനാൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ പോകുന്ന തണുപ്പ് അനുഭവിക്കാൻ തന്നെയാണ്. ആ ഒരു സുഖം കിട്ടാൻ തന്നെയാണ്, ആ ഒരു അനുഭവം ഉണ്ടാകുന്ന തന്നെയാണ്. അപ്പോൾ എങ്കിലും നിങ്ങൾ അതിനുള്ള മെറ്റീരിയൽസ് എടുത്തുകൊള്ളുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ കമ്പിളി പുതപ്പായാലും ശരി തന്നെ, അല്ലെങ്കിൽ ജാക്കറ്റ് ആണെങ്കിലും എന്തായാലും അത് കരുതണം എന്നുള്ളതാണ് ഈ സേഫ്റ്റി ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊന്നും. അത് കുഞ്ഞുങ്ങൾക്ക് പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾക്ക് അത് ബുദ്ധിമുട്ടാകാൻ പാടില്ല. കാരണം പെട്ടെന്ന് അവർക്ക് തുമ്മൽ അല്ലെങ്കിൽ ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കത് ആ യാത്രകൾ തന്നെ ബുദ്ധിമുട്ടായി വരും.
അപ്പോൾ ഇനി എനിക്ക് പറയാനുള്ളൊരു കാര്യമെന്ന് പറഞ്ഞാൽ ഫുഡാണ്. ഞാൻ പറഞ്ഞു ഈ ഫുഡെന്ന് പറയുന്നത് മൂന്നാറിൻ്റെ സിറ്റിയിൽ ഏരിയയിലാണെങ്കിലും അല്ലെങ്കിൽ ഔട്ട്സൈഡിലാണെങ്കിലും ഫുഡ് ഒരു വലിയ കൺസേൺ തന്നെയാണ്. നമ്മൾ ഇപ്പോൾ ചിലരുണ്ട്, നമ്മളിപ്പം നമ്മളിപ്പം ഔട്ട്സ്കേർട്സിലൊക്കെ, അതായത് പുറത്ത് ഭാഗങ്ങളിലൊക്കെ നമുക്ക് ഈ റൂമെന്ന് പറയുന്നത് ചിലപ്പം എന്താ പറയണ്ട, നമുക്കൊരു വീടായിട്ടൊക്കെ അല്ലെങ്കിൽ ഒരു എന്താ പറയണ്ട, കുറച്ച് ഫാമിലി ആകുമ്പോൾ കുറച്ച് നല്ല റൂമൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട്. നല്ലൊരു എല്ലാവരും കൂടിയിരിക്കാനൊക്കെ ഉള്ള സ്ഥലങ്ങൾ, അങ്ങനെയുള്ള അവിടെ നമ്മൾ സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്ത് കഴിക്കുകയാണെങ്കിൽ ചിക്കനോ നോൺ വെജ് എന്തുവേണോ കഴിക്കാം, കുഴപ്പമില്ല. അതുപോലെ തന്നെ റിസോർട്ടാണെങ്കിൽ നല്ല റിസോർട്ടാണ്, നല്ല വിഷയമില്ലാത്ത റിസോർട്ടൊക്കെ ആണെങ്കിൽ അതും ഇതുപോലെ നോൺ വെജ് കഴിച്ചാലും വലിയ കുഴപ്പമുണ്ടാകുന്നില്ല. പക്ഷേ നമുക്ക് പരിചയമില്ലാത്ത സ്ഥലമാണ്, നമ്മൾ ഹോട്ടലിൽ നിന്ന് കഴിക്കുകയാണെങ്കിൽ ആ ഒരു നോൺ വെജിൻ്റെ കാര്യത്തിൽ ഒന്ന് ശ്രദ്ധിക്കണം, നല്ലതായിരിക്കും. അപ്പോൾ ഫുഡിൻ്റെ കേസ് പ്രത്യേകം ശ്രദ്ധിക്കണം, അതൊരു വലിയ വിഷയമാണ്. അത് നമ്മൾ ഈ സിറ്റി ഏരിയയിൽ താമസിച്ചാൽ പോലും ഫുഡ് ഒരു നോൺ വെജ് മാക്സിമം ഒഴിവാക്കുന്നതാണ് നല്ലത്. കാരണം ഇത് അവരെ കുറ്റം പറയാൻ പറ്റില്ല, കാരണം തണുപ്പ് എന്നൊരു വലിയ വിഷയമുണ്ട്. ഈ തണുത്ത സ്ഥലത്ത്, നല്ല തണുപ്പുള്ള സ്ഥലത്ത് ഈ ഫുഡ് മെയിൻറ്റെയിൻ ചെയ്യാൻ ഭയങ്കര പാടാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് അതും കൂടെ ഒന്ന് ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും എന്നാണ് ഞാൻ പറയുന്നത്. അപ്പം നമ്മൾ സുരക്ഷിതത്തെക്കുറിച്ച് പറയുമ്പോൾ ഫുഡ് ഒരു വലിയ വിഷയമാണ്. പിന്നെയുള്ള കാര്യം എന്ന് പറയുന്നത് ആനിമൽസ്, അതായത് മൃഗങ്ങളാണ്. ഈ സിറ്റിയിൽ ഏരിയയിൽ വലിയ കുഴപ്പമില്ല, നമ്മൾ രാത്രി ഇറങ്ങി നടന്നാലും വലിയ പ്രശ്നം വരുന്നില്ല. കാരണം ആ ഏരിയയിൽ വലിയ പേടിക്കേണ്ടതില്ല എന്നാണ് തന്നെ ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഒരു 9 മണിക്ക് ഇറങ്ങി നടന്നൊരു 10-10:30 നിങ്ങൾ റൂമിൽ വന്നാൽ പോലും വലിയ കുഴപ്പമില്ല. പക്ഷേ ഔട്ട്സ്കേർട്സിൽ പുറത്ത് സ്ഥലങ്ങളിൽ നിങ്ങൾ താമസിക്കുമ്പോൾ, അതായത് സിറ്റിയിലെല്ലാം മൂന്നാറിൻ്റെ പുറത്താണ് താമസിക്കുന്നതെങ്കിൽ ഈ മൃഗങ്ങളുടെ കാര്യം ഒരു പേടിക്കേണ്ട. കാരണം ഞങ്ങളൊരിക്കൽ താമസിച്ച സ്ഥലത്ത് നിന്ന് ഈ സിറ്റിയിലോട്ട് നമ്മൾ ചുമ്മാ നടക്കാൻ ഇറങ്ങിയതാണ്. പക്ഷേ അതിൽ കുറേ ഏരിയ ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞു, കുറച്ച് കാട് പോലത്തെ ഒരു ഏരിയയാണ്. ആ ഏരിയയിൽ അന്ന് ഭാഗ്യം ഒന്നും സംഭവിച്ചില്ല. പക്ഷേ എങ്കിലും നമുക്ക് പറയാൻ കഴിയില്ല, ഈ മൃഗങ്ങളുടെ ഒരു ബുദ്ധിമുട്ട് സാന്നിധ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു ബുദ്ധിമുട്ടാവും. നിങ്ങൾക്ക് എല്ലാവർക്കും അതൊരു നമ്മുടെ ട്രിപ്പ് തന്നെ വലിയൊരു ബുദ്ധിമുട്ടായിട്ട് മാറും. അത് വരാൻ പാടില്ല. അതുകൊണ്ട് മൃഗങ്ങളുടെ കാര്യം ശ്രദ്ധിച്ചോണം. അവിടുത്തെ നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്തുള്ള ആൾക്കാരോട് ചോദിച്ചിട്ടേ അവരെന്ത് പറയുന്നു നോക്കിയിട്ട്, അത് കാണുന്നുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ നോക്കിയിട്ട് നിങ്ങൾ സഞ്ചരിക്കാവൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. എസ്പെഷ്യലി കുഞ്ഞുങ്ങളെയും കൊണ്ട് സഞ്ചരിക്കുമ്പോൾ അത് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ സേഫ്റ്റി ട്രെക്ക് എന്ന് പറയുന്ന ഈ ചാനലിൽ നമ്മളിപ്പോൾ ഇത്രയും കാര്യങ്ങൾ മൂന്നാറിനെ കുറിച്ച് ചർച്ച ചെയ്തു. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. അതിൽ പ്രധാനപ്പെട്ട 1-2 കാര്യങ്ങൾ പറയാം. ഒന്ന് ചുരം, നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ചുരം ശ്രദ്ധിച്ച് സഞ്ചരിക്കുക, പതുക്കെ സഞ്ചരിക്കുക, ഒരുപാട് ധൃതി വയ്ക്കാതിരിക്കുക. ചുരത്തിൽ എപ്പോഴും ട്രാഫിക് ഇഷ്യൂ ഉണ്ട്. അതുകൊണ്ട് മാക്സിമം ഒരു മോർണിംഗ് തന്നെ മാക്സിമം ചുരം കയറാനുള്ള വഴി നോക്കണം. രാവിലെ 8 മണി മുതൽ 11 മണിയൊക്കെ മാക്സിമം ചുരം കയറാനുള്ള വഴി നോക്കണം. അതിന് ശേഷം 11 മണിക്ക് ശേഷം പിന്നെ തിരക്ക് കൂടുതലാണ്. അതുകൊണ്ട് മാക്സിമം ഏർലി മോർണിംഗ് തന്നെ കയറാൻ നോക്കണം. ഒരു 6 മണി അല്ലെങ്കിൽ ഒരു 7 മണി റേഞ്ചിനൊക്കെ നിങ്ങൾക്ക് ചുരം കയറാൻ പറ്റിയാൽ നന്നായിരിക്കും ഞാൻ പറയുന്നത്. പിന്നുള്ളത് ഞാൻ റൂമിനെ കുറിച്ച് പറഞ്ഞു. അറിയാമല്ലോ, റൂമെന്ന് പറയുന്നത് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് സെൻട്രൽ സിറ്റി തന്നെ, സിറ്റിയിൽ മൂന്നാറിൻ്റെ സിറ്റി ഏരിയ തന്നെ എടുക്കാൻ നോക്കുക. പുറത്ത് റിസോർട്ടൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല, റൂമാണെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾക്ക് പരിചയമുണ്ടെങ്കിൽ നല്ലതാണ്. എപ്പോഴും റിവ്യൂ നോക്കിയിട്ടൊക്കെ ചെയ്യാവും, അതാണ് പ്രധാനപ്പെട്ട കാര്യം. പിന്നുള്ള കാര്യം എന്ന് പറയുന്നത് ഔട്ട്സൈഡ് സ്റ്റേയുടെ കേസാണ്. ഔട്ട്സൈഡ് സ്റ്റേ കുഴപ്പമൊന്നുമില്ല, നല്ലത് തന്നെയാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ സേഫ്റ്റി എപ്പോഴും ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. അതുകൊണ്ട് എപ്പോഴും പോയ ആൾക്കാരോട് ചോദിക്കുകയോ അല്ലെങ്കിൽ അവരുടെ ഒരു കൺസേൺ എടുത്തതിന് ശേഷം മാത്രമേ നിങ്ങൾ പുറത്ത് താമസിക്കാൻ എപ്പോഴും നോക്കാവൂ. അതുപോലെ തന്നെ തണുപ്പിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. അതിനുള്ള മെറ്റീരിയൽ സൂക്ഷിക്കുക, അതിപ്പോൾ ഞാൻ പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. പിന്നെ ഒന്നുള്ളതെന്ന് പറയുന്നത് ഫുഡാണ്. ഫുഡ് മാക്സിമം വെജ് തന്നെ പ്രിഫർ ചെയ്യുക. അതല്ലെങ്കിൽ നോൺ വെജൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന സ്ഥലത്തു നിന്നേ കഴിക്കാവും, അല്ലെങ്കിൽ അത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കും, വളരെയധികം നിങ്ങൾക്കത് ശരീരത്തെ ബാധിക്കും. അതാണ് എൻ്റെ കാര്യം. പിന്നെയുള്ള അനിമൽസ് നിങ്ങൾക്ക് തന്നെ അറിയാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ സുരക്ഷിതമായി സഞ്ചരിക്കുക, അത് തന്നെയാണ് എൻ്റെ ലക്ഷ്യവും. ഈ ചാനൽ കൊണ്ടുള്ള ഉദ്ദേശിക്കുന്നത് അത് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ഫോളോ ചെയ്യുക, ഞങ്ങളെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പ്രോത്സാഹിപ്പിക്കുക. നിങ്ങൾക്ക് ഈ സുരക്ഷിതമായിട്ട് ബന്ധപ്പെട്ട എന്ത് ഇതുണ്ടെങ്കിലും ഞങ്ങൾ നമ്പർ കൊടുത്തേക്കുക, നിങ്ങൾ ഞങ്ങളെ വിളിക്കുക. എവിടെയെങ്കിലും ഒരു റിസോർട്ടും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക, ഞങ്ങളനുസരിച്ചുള്ള റൂം അറേഞ്ച് ചെയ്യുക. അതല്ലെങ്കിൽ കോൺടാക്ട് പേഴ്സണിൻ്റെ നമ്പർ തരാം, എന്നാണ് ചെയ്യുന്നത്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ചാനലിൻ്റെ പേര് മറന്നു പോകരുത്, സേഫ്റ്റി ട്രെക്ക് എന്നാണ്. ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.